ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയൻ മേക്കപ്പ് ആണ്. ആദ്യം തന്നെ എൻ്റെ ഫേസിൽ ഭയങ്കര പോസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രൈമറിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതെൻ്റെ ഓപ്പൺ പോസ് ഉള്ള സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. മെയ്ബെലിൻ ഫിറ്റ്മി ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത്. അതാണ് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 230 ആണ്. ഇത് മാറ്റ് പ്ലസ് പോർലെസ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഫേസ് ഫുള്ളും പിന്നെ നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു മേക്കപ്പ് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ബ്ലൂ ഹെവന്റെ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സെയിം സ്കിൻ ഷെയ്ഡിന് പറ്റിയ കൺസീലർ ആണ്. അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇൻസൈഡ് ബ്രാൻഡിന്റെ തന്നെ ഒരു 2-in-1 ആയിട്ടുള്ള ഒരു കൺസീലർ ഹൈലൈറ്റർ സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പൂളി വെച്ചിട്ട് ഐബ്രോ ഒന്ന് ജസ്റ്റ് സെറ്റ് ആക്കിയിട്ട് ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ബ്രാൻഡ് മാൾസിന്റെ 4 ഷെയ്ഡ്സ് വരുന്ന ഒരു ഐബ്രോ പാലറ്റ് ആണ്. കൊറിയ ചെന്ന് എത്തുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് കൊറിയ തന്നെ എത്തുമോ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഐഷാഡോ ആണ്. ഐഷാഡോ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം പിങ്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഞാൻ ജസ്റ്റ് മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയും ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഈ ഒരു കൊടുക്കുന്നുണ്ട്. പാലറ്റിലെ ഷിമ്മർ ഷെയ്ഡിന് എനിക്ക് വലിയ വിശ്വാസമില്ല. അതുകൊണ്ട് ഇതൊരു പൗഡർ കൈൻഡ് ഓഫ് ആണ്. അപ്പം നമുക്ക് കുറച്ച് ഞാൻ സ്റ്റുഡിയോന്ന് കുറച്ച് മുന്നേ മേടിച്ച ഒരു ഇതുണ്ട്. അത് ഈ ഷെയ്ഡ് കുഴപ്പമില്ല. അതിലെ ഒരു ഷിമ്മറി ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അത്രത്തോളം വർക്കാവുന്നറിയില്ല, പക്ഷേ അത് പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഷെയ്ഡ് രണ്ടും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ചെരിഞ്ഞൊരു ബ്രഷില്ലേ, ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ താഴെ ഒരു ബ്രൗൺ ഐ ഷേഡോ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണെഴുതുന്നതാണ് ഒരു ടാസ്ക്. അവർ വളരെ മിനിമലായിട്ടേ കണ്ണെഴുതാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഒത്തിരി പാടുപെട്ട് മായച്ചും തുടച്ചും ഒക്കെ ഞാൻ അവസാനം ഫൈനലി ഈ ഒരു റിസൾട്ടിലേക്ക് എത്തി. കണ്ണ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ വലിയൊരു മൽപ്പിടുത്തം കഴിഞ്ഞിട്ട് കണ്ണ് ശരിയായത്. കണ്ണ് വലിയ പാടായിരുന്നു. രണ്ട് സൈഡിലോട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മസ്കാര ഇട്ടില്ലെങ്കിൽ പെർഫെക്റ്റ് ആവത്തില്ല. അപ്പം മസ്കാര എല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മാൾസിന്റെ മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം തിക്കാണ് കേട്ടോ. സൂക്ഷിച്ചും കണ്ടൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു മസ്കാരയാണിത്. പിന്നെ ഇന്നർ കോർണർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലഷ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എൻവൈബയുടെ ഒരു ബ്ലഷാണ്, പൗഡർ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇബ കോസ്മെറ്റിക്സിന്റെ ബെറി ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവർ കൂടുതലും യൂസ് ചെയ്ത് കണ്ടേക്കുന്നത് ലിപ് ഗ്ലോസ് ആണ്. ഓൾമോസ്റ്റ് ഇവരൊക്കെ ലിപ് ഗ്ലോസ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ച പഴയ ഒരു ലിപ് ഗ്ലോസ് ആണ്. അത് ഞാൻ ലിപ്സ്റ്റിക്കുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിങ്ക് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഞാനിവിടെ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലിപ്സ് ഒരു കുറച്ചുകൂടെ പ്ലംബി ആയിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലോയി ടൈപ്പാണ് ഇവർ മേക്കപ്പ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ മാറ്റ് ഫിനിഷ് ടൈപ്പാണ്. ഷൈൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഗ്ലോയി മേക്കപ്പ് ആണ് നിങ്ങളുടെ എങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. കാരണം എൻ്റെ ബ്ലഷ് അടക്കം പൗഡർ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഫൈനലി എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഈ ലുക്ക് എത്രമാത്രം സെറ്റായെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ